നമസ്കാരം. ദക്ഷിണയിലേക്ക് സ്വാഗതം. നാം ഒക്കെ ജപം, പ്രാർത്ഥന, ദേവീമാഹാത്മ്യം പോലെയുള്ള പുണ്യഗ്രന്ഥങ്ങളുടെ പാരായണം തുടങ്ങിയവയൊക്കെ അനുഷ്ഠിക്കുന്നവരായിരിക്കും. ചിലർ നിത്യം മുടങ്ങാതെ ജപാനുഷ്ഠാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ചിലർ സമയം കിട്ടുമ്പോൾ ഇടയ്ക്കിടെ അനുഷ്ഠിക്കും. ഇങ്ങനെ ഗൗരവമായി ഭക്തിപൂർവം ജപപാരായണ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന, നേരിടേണ്ടി വരുന്ന ചില ദുരിതങ്ങൾ, തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതിനുശേഷം ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള വളരെ ഫലപ്രദമായ ഒരു പരിഹാരകർമ്മവും പറയുന്നു. ജപപാരായണങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോയി തുടങ്ങുമ്പോൾ അനുഭവപ്പെട്ടു തുടങ്ങുന്നതാണ് ഈ തടസ്സങ്ങളും പ്രശ്നങ്ങളും. അവ പ്രധാനപ്പെട്ടവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്നൊന്നായി നോക്കാം. 1. ആലസ്യം, മടി. വളരെ ആവേശത്തോടെയും താത്പര്യത്തോടെയുമായിരിക്കും പലപ്പോഴും ആദ്യമായി ഒരാൾ ജപമോ പാരായണമോ ആരംഭിക്കുക. എന്നാൽ ക്രമേണ ആ താൽപ്പര്യം കുറഞ്ഞു വരുന്നത് പലരുടെയും അനുഭവമായിരിക്കും. ആലസ്യം, മടി തുടങ്ങിയവ അനുഭവപ്പെട്ടു തുടങ്ങും. ഈ ആലസ്യവും മടിയും മൂലം ജപാനുഷ്ഠാനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താൽപ്പര്യം തന്നെ കുറഞ്ഞു വരും. ജപത്തിനിടയിൽ തന്നെ ഉറക്കം വരിക, കോട്ടുവായിടുക, ഒരു വഴിപാട് പോലെ എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിയണമെന്ന് തോന്നുക, ഇതൊക്കെ ഈ താൽപ്പര്യം നഷ്ടപ്പെട്ടു തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. 2. ഇഷ്ടദേവതയിലുള്ള അവിശ്വാസം. ജപാനുഷ്ഠാനങ്ങൾ ആദ്യമായി ആരംഭിച്ചു തുടങ്ങുമ്പോൾ തൻ്റെ ഉപാസ്യദേവതയിൽ വലിയ വിശ്വാസമായിരിക്കും ഒരു ഭക്തനുണ്ടാവുക. തീവ്രമായ ഭക്തിയോടെ ജപകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ആദ്യഘട്ടങ്ങളിൽ ശ്രമിക്കും. എന്നാൽ ചിലർക്ക് ആ ദേവതയിലുള്ള വിശ്വാസം ക്രമേണ കുറഞ്ഞു തുടങ്ങും. ഉദ്ദിഷ്ടഫലങ്ങൾ ഉടൻ കൈവരുന്നില്ലെങ്കിൽ ഉപാസ്യദേവതയിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഇങ്ങനെ ഇത്ര നാൾ അനുഷ്ഠിച്ചിട്ട് ഒരു ഫലവും കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കും. ഉപാസ്യദേവതയിലുള്ള വിശ്വാസം കുറയുക, നഷ്ടപ്പെടുക എന്നതാണ് ആ ഉപാസനയെ, പ്രാർത്ഥനയെ ഏറ്റവും നിഷ്ഫലമാക്കുന്ന ഒരു ഘടകം. 3. ശ്രദ്ധയും ഏകാഗ്രതയും സമർപ്പണവും കുറയുക. ജപാനുഷ്ഠാനങ്ങളെ ശിഥിലമാക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് ശ്രദ്ധയോടെ, ഏകാഗ്രതയോടെ, സമർപ്പണഭാവത്തോടെ അവ അനുഷ്ഠിക്കാൻ കഴിയാതെ വരുന്നു എന്നത്. മനസ്സ് ഇഷ്ടദേവതയിൽ ഉറച്ചു നിൽക്കാത്ത അവസ്ഥ കൂടുതലായി അനുഭവപ്പെടുന്നു എന്ന് വരാം. ആദ്യഘട്ടത്തിൽ ഇഷ്ടദേവതാസ്വരൂപം ശക്തമായി മനസ്സിൽ ഭാവന ചെയ്ത് ജപിക്കാൻ ശ്രമിക്കും. എന്നാൽ ക്രമേണ ആ സ്വരൂപത്തെ ഭാവന ചെയ്യാനും ആ ദേവതയിൽ തന്നെ മനസ്സുറപ്പിക്കാനും കഴിയാതെ വരുന്നു. ചുണ്ടുകൾ യാന്ത്രികമായി ജപിക്കും, മനസ്സ് എവിടെയെങ്കിലുമൊക്കെ സഞ്ചരിക്കും. ഇതും ജപപാരായണങ്ങൾക്ക് ശൈഥില്യമുണ്ടാക്കുന്ന ഒരു ഘടകമാണ്. 4. ദുഷ്ടചിന്തകളുടെ ആധിക്യം. ജപാനുഷ്ഠാനത്തിൽ മുന്നോട്ടു പോകുമ്പോൾ ചിലപ്പോൾ ദുഷ്ചിന്തകൾ, വിപരീത ചിന്തകൾ തുടങ്ങിയവ കൂടുതലായി മനസ്സിൽ കടന്നു വരുന്ന അനുഭവമുണ്ടാകാം. അശുഭചിന്തകൾ, ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടുക തുടങ്ങിയവ മനസ്സിനെ അസ്വസ്ഥമാക്കാം. 5. വിഷയസുഖങ്ങളോടുള്ള താൽപ്പര്യം. വിഷയസുഖങ്ങളോടുള്ള താൽപ്പര്യം വർദ്ധിക്കാം. മനസ്സ് ആസക്തികളാലും അത്യാഗ്രഹങ്ങളാലും അസ്വസ്ഥമാകുന്ന അവസ്ഥ വരും. സൗമ്യവും ശാന്തവുമായ മനസ്സിന് പകരം ഒരുമാതിരി ചൂടുപിടിച്ച അവസ്ഥ, തീവ്രമായ മനോഭാവങ്ങൾ, ഇതൊക്കെയും ചിലപ്പോൾ അനുഭവത്തിൽ വരാം. 6. മാറ്റിവയ്ക്കൽ. നിസ്സാരമായ കാരണങ്ങളുടെ പേരിലും ജപാനുഷ്ഠാനം മാറ്റിവയ്ക്കും. ജപം മാറ്റിവയ്ക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തും. ചെറിയ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, മനസ്സുഖക്കുറവ്, എന്തെങ്കിലും ചെറിയ തിരക്കുകൾ, ഇവയുടെയൊക്കെ പേരിലും നിത്യജപം മാറ്റിവയ്ക്കും. നിത്യം തുടർന്നിരുന്ന ജപാനുഷ്ഠാനം വല്ലപ്പോഴുമാകും. ആ അനുഷ്ഠാനത്തിൻ്റെ ഭാവതീവ്രത, ഭക്തിഭാവം ഇത് കുറയും. ജപമില്ലാത്ത ഇടവേളകളിൽ മനസ്സിലേക്ക് കൂടുതൽ ദുർവിചാരങ്ങൾ കടന്നുവരാൻ സാധ്യത വർദ്ധിക്കും. ജപപാരായണങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന, പ്രശ്നങ്ങളുണ്ടാക്കുന്ന ചില പ്രധാന ഘടകങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതാണ്. കൂടുതൽ സമഗ്രമായി ഇത്തരം നിരവധി ഘടകങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഇത്തരം തടസ്സങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്?
നാം ദൈവികമായ ഒരു കർമ്മം ആരംഭിച്ചു കഴിഞ്ഞാൽ, ദൈവികമായ ഒരു മനസ്സോടെ മുന്നോട്ടു പോകാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ, അതിനെതിരെ വിപരീത ശക്തികളുടെ പ്രവർത്തനവും ആരംഭിക്കുകയായി. ആ വിപരീത ശക്തിയെ ആസുരശക്തിയെന്നോ ദുഷ്ടശക്തിയെന്നോ താമസശക്തിയെന്നോ ബാധാദോഷമെന്നോ ഏതു പേരിലും നമുക്ക് വിളിക്കാം. ദൈവികമായി മുന്നോട്ടു പോകുമ്പോൾ അതിനെ തടയാൻ ശ്രമിക്കുന്ന വിപരീത ശക്തി അതുണ്ടാകും. പുരാണങ്ങളിൽ നാം കേട്ടിട്ടുണ്ട്, മഹർഷിമാരുടെ യാഗകർമ്മങ്ങളും ദേവകർമ്മങ്ങളും മറ്റും തടയാൻ വരുന്ന അസുരന്മാരെക്കുറിച്ച്. അതുപോലെ തന്നെയാണ് ഇത്തരം ദുഷ്ടശക്തികളുടെ സ്വാധീനത്താൽ ജപപ്രാർത്ഥനകൾ മുടങ്ങുന്നത്. ഈ ദുഷ്ടശക്തികളുടെ സ്വാധീനം മൂലമാണ്, ഈ താമസശക്തികളുടെ സ്വാധീനം മൂലമാണ് മടി, ആലസ്യം, ഇഷ്ടദേവതയിലുള്ള അവിശ്വാസം, ദുഷ്ചിന്തകൾ തുടങ്ങിയവയൊക്കെ ഉണ്ടാകുന്നത്. ദൈവികമായ ഏത് മുന്നോട്ടുപോക്കിനെയും തടസ്സപ്പെടുത്താൻ ആസുരശക്തികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് അവനവൻ്റെ ഉള്ളിൽ നിന്നായാലും പുറത്തു നിന്നായാലും. ഈ ഘട്ടത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ഒരിക്കലും സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. ആദ്യം തന്നെ നാം തിരിച്ചറിയേണ്ട അതിപ്രധാനമായ ഒരു വസ്തുതയുണ്ട്. തീവ്രമായ ഭക്തിയോടെ, ആത്മസമർപ്പണത്തോടെ ജപപാരായണങ്ങൾ അനുഷ്ഠിക്കാൻ ആരംഭിക്കുന്നവർക്കെല്ലാം ആദ്യം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ, ഇത്തരം തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ ജപം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് യഥാർത്ഥ ജപമല്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. യതീശ്വരാനന്ദ സ്വാമികൾ തൻ്റെ പ്രസിദ്ധമായ മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വൽ ലൈഫ് എന്ന ഗ്രന്ഥത്തിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ജപാനുഷ്ഠാനങ്ങൾ ആരംഭിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ നിശ്ചയമായും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ ഒരിക്കലും സ്വയം കുറ്റപ്പെടുത്താതിരിക്കുകയാണ് വേണ്ടത്. ജപപാരായണങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കെല്ലാം ഉണ്ടാകുന്നതാണ് മേൽപ്പറഞ്ഞ തടസ്സങ്ങളും പ്രശ്നങ്ങളും. നിങ്ങൾ ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുന്ന ഒരാളാണെന്ന് കരുതുക. അല്പമെങ്കിലും പൂർവ്വപുണ്യമുള്ളവർക്ക് മാത്രമേ ദേവീ മഹാത്മ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. 1000-ൽ ഒരാൾക്ക് മാത്രം തോന്നുന്നതാണ് ദേവിയോടും ദേവീ മഹാത്മ്യത്തോടുമുള്ള ആത്മാർത്ഥമായ താല്പര്യവും ഭക്തിയും. അത് പാരായണം ചെയ്തു തുടങ്ങുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ആർക്കും ഉണ്ടാകാം. അതിൻ്റെ പേരിൽ ഒരിക്കലും സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. ആ പ്രശ്നങ്ങളെ കരുത്തോടെ നേരിടാനുള്ള ശ്രമം നടത്തുക. അതാണ് വേണ്ടത്. ജപാനുഷ്ഠാനങ്ങളിലെ തടസ്സങ്ങൾക്കുള്ള ഒരു പരിഹാരകർമ്മം. മനസ്സിൻ്റെ കോണിലെവിടെയോ ദേവീഭാവത്തിൻ്റെ ഒരു ചെറു തിരുനാളമുള്ളവർക്കാണ് ദേവീ മഹാത്മ്യം പാരായണം ചെയ്യാൻ തോന്നുക. ഇവിടെ ദേവീ മഹാത്മ്യത്തിൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞുവെന്നേയുള്ളൂ. ഏത് ജപകർമ്മത്തെയും ഇവിടെ കണക്കിലെടുക്കാം. ഉള്ളിലുള്ള ദൈവികതയുടെ ഒരു ചെറുനാളം കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വിളങ്ങുമ്പോൾ ആസുരശക്തികളും താമസശക്തികളുമൊക്കെ ഓടി ഒളിക്കും. ഉള്ളിൽ ദേവി മാത്രം, ദേവചൈതന്യം മാത്രം. അതോടെ ആ അനുഷ്ഠാനം എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നതായി മാറും. ഭൗതികമായ ആഗ്രഹ സാഫല്യങ്ങളും ആത്മീയമായ ഉത്കർഷവും അതാണ് കൈവരിക. മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളെ നേരിട്ട് കൂടുതൽ ഫലപ്രദമായി ദേവീ മഹാത്മ്യം പാരായണം ചെയ്യാൻ സഹായകമായ വളരെ ഫലപ്രദമായ ഒരു അനുഷ്ഠാന കർമ്മമാണ് ഇനി പറയുന്നത്. തങ്ങളുടെ ജപവും പാരായണവുമൊക്കെ കൃത്യമായി ചിട്ടയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ടാവും. ഇത്തരം തടസ്സങ്ങളിലും പ്രശ്നങ്ങളിലും പെട്ട് വിഷമിക്കുന്നവരുണ്ടാവും. അവർക്ക് സ്വീകരിക്കാവുന്ന ഒരു കർമ്മമാണിത്. സൗകര്യപ്രദമായ വിധത്തിൽ ഒരു 21 ദിവസം തീരുമാനിക്കുക. ആ 21 ദിവസം ദേവീ മഹാത്മ്യ പാരായണം അല്ലെങ്കിൽ ഇഷ്ടജപം അനുഷ്ഠിക്കുക. വ്രതശുദ്ധിയോടെ വേണം ഈ 21 ദിവസങ്ങൾ ആ കർമ്മം അനുഷ്ഠിക്കാൻ. 21 ദിവസം തിരഞ്ഞെടുത്തതിന് ഒരു കാരണമുണ്ട്. 21 ദിവസം ഒരു കർമ്മം തുടർച്ചയായി അനുഷ്ഠിച്ചാൽ അത് ഒരു ശീലമായി മാറും എന്ന് ചില പഠനങ്ങൾ പറയുന്നു. ക്യാരക്ടർ ഫോർമേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഈ 21 ദിവസങ്ങൾ താഴെ പറയുന്നവ ഒഴിവാക്കണം. അമിതമായ ഉറക്കം, അമിത ഭക്ഷണം, അമിത ആസക്തികൾ, അമിത സംസാരങ്ങൾ, അമിത ആഗ്രഹങ്ങൾ ഇവ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ട് വേണം ഈ 21 ദിവസം ജപപാരായണങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആകുലതകൾ, വിഷമങ്ങൾ ഇതൊക്കെ ദേവിയിൽ സമർപ്പിച്ച്, ഇഷ്ടദേവതയിൽ സമർപ്പിച്ച് 21 ദിവസങ്ങൾ കഴിയുന്നത്ര ശുദ്ധിയോടെ കഴിയുക. വലിയ ദുഷ്ടശക്തികളുടെ സ്വാധീനത്തിൽപ്പെട്ടവർക്ക് ഈ കർമ്മം ഒരുപക്ഷെ മുടങ്ങാം.
ചിലപ്പോൾ തടസ്സങ്ങൾ വരാം. വീണ്ടും മറ്റൊരു 21 ദിവസം ശ്രമിക്കുക. ദൃഢനിശ്ചയത്തോടെ, ഉൾക്കരുത്തോടെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുക. അങ്ങനെ മുന്നോട്ടു പോയി 21 ദിവസം പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളും ദുഷ്ടസ്വാധീനങ്ങളുമൊക്കെ അകന്നു തുടങ്ങും. ദേവീ ചൈതന്യം ഉള്ളിൽ തെളിഞ്ഞു വിളങ്ങാൻ തുടങ്ങും. ഈ 21 ദിവസത്തെ അനുഷ്ഠാനം വർഷത്തിൽ 3 തവണയെങ്കിലും നടത്തുന്നവരുണ്ട്. കർക്കിടകത്തിലെ സുഖചികിത്സ പോലെ ഈശ്വരാധീനം വർദ്ധിക്കാനുള്ള, ആസുരശക്തികളുടെ സ്വാധീനം അകലാനുള്ള അതീവ ഫലപ്രദമായ ഒരു കർമ്മമാണ് ഇത്. ഒരു തവണ 21 ദിവസം ഇത് നിഷ്ഠയോടെ അനുഷ്ഠിക്കാനായാൽ വലിയ മാറ്റമായിരിക്കും അത് പ്രാർത്ഥനയിലും ജപത്തിലുമൊക്കെ കൊണ്ടുവരിക. പല ദുഷ്ടശക്തികളുടെയും ദുസ്വാധീനം മൂലം ഇല്ലാതാകുന്ന ഈശ്വരാധീനം വീണ്ടെടുക്കാൻ ഈ 21 ദിവസങ്ങളിലെ അനുഷ്ഠാനം അത്ഭുതകരമായ വിധത്തിൽ സഹായകമാകും. നന്ദി, നമസ്കാരം.